പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ ബിസിനസിന്റെ ചരിത്രത്തിലൂടെ ഒന്ന് പോയി ബിസിനസിന്റെ ചരിത്രത്തെ കൂടുതൽ മനസ്സിലാക്കി. ഇനി നമുക്ക് ബിസിനസ് എന്താണെന്ന് കൂടുതൽ പഠിക്കണം. കച്ചവടം, ബിസിനസ് എന്ന വാക്ക് ബിസി എന്ന വാക്കിൽ നിന്നാണ് വന്നത് എന്ന് നമ്മൾ പറഞ്ഞു. സാധനങ്ങൾ, സേവനങ്ങൾ വാങ്ങിക്കുകയും വിൽക്കുകയും ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ പൊതുവെ ബിസിനസ് എന്ന് വിളിക്കുക. ബൈയിങ്, പ്രൊഡ്യൂസിംഗ്, സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ മേക്കിംഗ് പ്രോഫിറ്റ് എന്നാണ് ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ബിസിനസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ബിസിനസ് ഒരു സാമ്പത്തിക പ്രവർത്തനമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം എക്കണോമിക് ആക്ടിവിറ്റിയും നോൺ എക്കണോമിക് ആക്ടിവിറ്റിയും പഠിച്ചു. എക്കണോമിക് ആക്ടിവിറ്റി എന്നാൽ സാമ്പത്തിക പ്രവർത്തനം എന്നതാണ്. പ്രവർത്തനങ്ങളിലൂടെ പണം നേടുന്നതിനെയാണ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് വിളിക്കുക. ബിസിനസ് പ്രവർത്തനങ്ങളിലൂടെ ബിസിനസ് ചെയ്യുന്ന ആള് പണം സമ്പാദിക്കുന്നു. അവരുടെ ഡേ ടു ഡേ ലൈവ്ലിഹുഡിന് പണം സമ്പാദിക്കാൻ ബിസിനസ് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ബിസിനസ് ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. An economic activity. Business is considered to be an economic activity because it is undertaken with the objective of earning money or livelihood and not out of love, affection, sympathy or any other emotion. ഇത് പ്രൊഡക്ഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്. പ്രൊഡക്ഷൻ എന്നത് ഉൽപാദനം, പ്രൊക്യൂർമെന്റ് എന്നത് ശേഖരണം. അപ്പൊ തീർച്ചയായും ഈ രണ്ട് കാര്യങ്ങൾ, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കാര്യത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ ബിസിനസ്സിൽ സംഭവിക്കുന്നു. അതായത് ബിസിനസ് ഒരു കൺസ്യൂമർക്ക്, ഒരു ഉപഭോക്താവിന് ആവശ്യമുള്ള ഗുഡ്സ് എത്തിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ അവർക്ക് ലഭ്യമാക്കണമെങ്കിൽ തീർച്ചയായും അത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള അസംസ്കൃത വസ്തുക്കൾ വാങ്ങിക്കുകയും അത് ശേഖരിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബിസിനസ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്. Production or procurement of goods and services. Before goods are offered to people for consumption, these must be either produced or procured by business enterprises. സാധനങ്ങളും സേവനങ്ങളും എന്നതിൽ സാധനങ്ങൾ, അതായത് ഗുഡ്സ് ഓർ പ്രൊഡക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ്. ഒന്ന് കൺസ്യൂമബിൾ ഗുഡ്സ്, ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ഗുഡ്സ് ആർ മെൻ ഫോർ ഫൈനൽ കൺസംഷൻ, അതാണ് കൺസ്യൂമബിൾ ഗുഡ്സ്. മറ്റൊന്ന് ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. യന്ത്ര സാമഗ്രികളൊക്കെ ഉൾപ്പെടുന്നതാണ് ക്യാപിറ്റൽ ഗുഡ്സ്. അതായത് കൺസ്യൂമബിൾ ഗുഡ്സ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന യന്ത്ര സാമഗ്രികൾ ഉൾപ്പെടുന്നതാണ് ക്യാപിറ്റൽ ഗുഡ്സ്. മറ്റൊന്ന് സേവനങ്ങളാണ്. സേവനങ്ങൾ എന്നത് ഫിസിക്കലായിട്ടുള്ള എക്സിസ്റ്റൻസ് ഇല്ലാത്തത്, അത്തരം കാര്യങ്ങളാണ്, ഭൗതികപരമായ എക്സിസ്റ്റൻസ് ഇല്ലാത്ത കാര്യങ്ങളാണ് സേവനങ്ങളിൽ വരിക. ഉദാഹരണത്തിന് ബാങ്കുകൾ, ഗതാഗതം, വെയർഹൗസിംഗ് മുതലായവ സേവനങ്ങളിൽ പെടുന്നു. ബിസിനസ് പ്രവർത്തനം എന്നത് സെയിൽ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്. സാധനങ്ങൾ വാങ്ങിക്കുന്നതും ഉൽപ്പാദിപ്പിക്കുന്നതും നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ഈ ഉണ്ടാക്കിയ സാധനം യഥാർത്ഥ കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ എത്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം പ്ലേസ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്നും പ്ലേസ് ഓഫ് കൺസംഷനിലേക്ക് സാധനം എത്തേണ്ടിയിരിക്കുന്നു. സാധനം ഉൽപ്പാദിപ്പിച്ച സ്ഥലത്ത് നിന്ന് സാധനം ഉപയോഗിക്കുന്ന സ്ഥലത്തേക്ക് എത്തേണ്ടിയിരിക്കുന്നു. അപ്പം അവിടെ വരെ എത്തിക്കാനുള്ള സകല പ്രവർത്തനങ്ങളും ബിസിനസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബിസിനസ് പ്രവർത്തനം എന്നത് സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്. Sale or exchange of goods and services. Directly or indirectly, business involves transfer or exchange of goods and services for value.
If goods are produced not for the purpose of sale but for personal consumption, it cannot be called a business activity. Cooking food at home for the family is not a business. ബിസിനസിന്റെ മറ്റൊരു പ്രത്യേകത ഡീലിംഗ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് റെഗുലർലി എന്നാണ്. അതായത് ബിസിനസ് സാധനങ്ങളിലും സേവനങ്ങളിലും ഡീൽ ചെയ്യുന്നത് റെഗുലർ ആയിട്ടാണ്. ഇറ്റ് ഈസ് നോട്ട് എ വൺ ടൈം പ്രോസസ്. അതായത് ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഞാൻ എന്റെ കയ്യിലുള്ള ഒരു കാറ് അത് മറ്റൊരാൾക്ക് വിൽക്കുകയാണ്. ആ വിൽപ്പനയിൽ എനിക്ക് ലാഭം കിട്ടിയെന്ന് വിചാരിക്കാം. എന്നിരുന്നാലും അതിനെ ബിസിനസ് എന്ന് പറയില്ല. അതേസമയത്ത് എന്റെ ഈ പ്രവർത്തനം കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണെങ്കിൽ, ഞാൻ സ്ഥിരമായിട്ട് കാറ് വാങ്ങിച്ച് സ്ഥിരമായിട്ട് അത് വിൽക്കുകയും അതിലൂടെ ലാഭം ഉണ്ടാക്കുകയും ചെയ്താൽ അതിനെ നമുക്ക് ബിസിനസ് എന്ന് വിളിക്കാം. അപ്പം സാധനങ്ങളിലും സേവനങ്ങളിലും കണ്ടിന്യൂസ് ആയിട്ട് ഡീൽ ചെയ്യുമ്പോഴാണ് ബിസിനസ് എന്ന് വിളിക്കുക. ഇതൊരു വൺ ടൈം പ്രോസസ് അല്ല. Dealing in goods and services on a regular basis. Business involves dealing in goods and services on a regular basis. One single transaction of sale or purchase therefore does not constitute business. ബിസിനസിന്റെ മറ്റൊരു പ്രത്യേകത പ്രോഫിറ്റ് ഏർണിംഗ് ആണ്. അതായത് ലാഭം ഉണ്ടാക്കുകയാണ് ബിസിനസിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഉദ്ദേശം. ബിസിനസിന് കച്ചവടം ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് ഒന്നുകിൽ പ്രോഫിറ്റ് ആവാം, അല്ലെങ്കിൽ ലോസ് ആവാം. അപ്പൊ തീർച്ചയായിട്ടും ബിസിനസ് പ്രവർത്തനങ്ങളിലൂടെ ലാഭം ഉണ്ടാക്കുക എന്നതാണ് ബിസിനസിന്റെ മറ്റൊരു പ്രത്യേകത. Profit earning. One of the main purpose of business is to earn income by way of profit. No business can survive for long without profit. പ്രോഫിറ്റ് എന്തിനൊക്കെയാണ് ആവശ്യം? കച്ചവടത്തിന്റെ നിലനിൽപ്പിന് പ്രോഫിറ്റ് ആവശ്യമാണ്. അതിന്റെ വളർച്ചയ്ക്ക് പ്രോഫിറ്റ് ആവശ്യമാണ്. പ്രോഫിറ്റ് ഈസ് റിക്വയർഡ് ഫോർ ഗ്രോത്ത് ആൻഡ് സർവൈവൽ ഓഫ് ബിസിനസ്. അതുകൊണ്ട് തന്നെ ബിസിനസ് എപ്പോഴും ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ബിസിനസിന്റെ മറ്റൊരു പ്രത്യേകത അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ ആണ്. അതായത് ബിസിനസ് പ്രവർത്തനങ്ങളിൽ എപ്പോഴും അനിശ്ചിതത്വങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ബിസിനസ് വേണ്ടി വി ഹാവ് ടു ഇൻവെസ്റ്റ് ക്യാപിറ്റൽ. നമ്മൾ അതിനു വേണ്ടി ക്യാപിറ്റൽ മൂലധനം ഇറക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഉപയോഗിച്ച മൂലധനത്തിന് ആനുപാതികമായ പ്രോഫിറ്റ് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല. എപ്പോഴും ബിസിനസ് പ്രവർത്തനങ്ങൾ അനിശ്ചിതത്വത്തിൽ ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ റിട്ടേൺസിന് ഒരു അൺസർട്ടനിറ്റി കാണാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ വമ്പിച്ച ലാഭം നമുക്ക് കിട്ടാം, ചിലപ്പോൾ ലാഭം തീരെ കിട്ടാത്ത അവസ്ഥ വരാം, ചിലപ്പോൾ കുറച്ചു മാത്രം ലാഭം കിട്ടാം. അതുകൊണ്ട് തന്നെ ബിസിനസ് പ്രവർത്തനങ്ങളിൽ നമുക്കൊരു അൺസർട്ടനിറ്റി കാണാൻ വേണ്ടി പറ്റും. ബിസിനസിന്റെ പ്രോഫിറ്റിൽ ഒരു അൺസർട്ടനിറ്റി കാണാൻ വേണ്ടി നമുക്ക് കഴിയും. Uncertainty of return. Business invests money, capital to runs its activities with the objective of earning profit, but it is not certain as to what amount of profit will be earned. മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് എലമെന്റ് ഓഫ് റിസ്ക് ആണ്. എല്ലാ ബിസിനസ് പ്രവർത്തനങ്ങളിലും നഷ്ട സാധ്യതകൾ ഉണ്ട്. ഇഫ് യു റെഡി ടു ടേക്ക് മോർ റിസ്ക് യു വിൽ ഗെറ്റ് മോർ പ്രോഫിറ്റ്. അതാണ് ബിസിനസിന്റെ റിസ്കുമായി ബന്ധപ്പെട്ട ഒരു തത്വം തന്നെ. അപ്പൊ തീർച്ചയായും ബിസിനസിന്റെ സന്തത സഹചാരിയായി എപ്പോഴും റിസ്ക് കാണാൻ വേണ്ടി പറ്റും. അത് ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. Element of risk. Risk is the uncertainty associated with an exposure to loss. It is caused by some unfavorable or undesirable events. Risk is always associated with business.